ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം, പല്ലിശല്യം മൂലം, അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിട്ടിലും ടിപ്സുകളുമായിട്ടാണ്. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടിലും ടിപ്പാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവോളയും എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് നമ്മുടെ ടിപ്പിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് നല്ലൊരു ഫോർക്കാണ്. ആ ഫോർക്കിലേക്ക് ഞാനിത് ഇതുപോലെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു സവോളയും കൂടെ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കമ്പിയോ ചെറിയ കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി, ഒരുപാടങ്ങ് ചൂടാക്കി എടുക്കേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂട് കയറിയാൽ മതി. ആ തോലൊക്കെ ഒന്ന് കരിയത്തക്ക രീതിക്കൊന്ന് ചൂട് കയറിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് ചൂടാക്കുന്ന സമയത്ത് തന്നെ ഈ വെളുത്തുള്ളിൽ നിന്നും സവോളയിൽ നിന്നും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സ്മെല്ല് പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്, അതുപോലെ തന്നെ പാറ്റകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രാത്രി കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് പോലും ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് പല്ലികളൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്നും വരില്ല. നമ്മുടെ കിച്ചണിൽ നമ്മുടെ വെസൽസും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ആ പ്രദേശത്തേക്ക് പോലും പല്ലികൾ വരില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് യൂസൊക്കെ കഴിഞ്ഞ നാരങ്ങയുടെ തൊലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ച് സൂക്ഷിക്കാറാണ് നാരങ്ങയുടെ തൊലിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ 2 തൊലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് സവോളയുടെ തൊലിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു അളവ് വെള്ളം മതിയാകും. ഇനി നമുക്ക് സവോളയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ തൊലി കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നാപ്കിൻ ബോൾസാണ്. അപ്പോൾ ഞാൻ നാപ്കിൻ ബോൾസിൻ്റെ പാക്കറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷനിലേക്ക് നമുക്കൊരു 2 നാപ്കിൻ ബോൾ മതിയാകും. അപ്പോൾ ഞാനതൊന്ന് എടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് ഈ നാപ്കിൻ ബോളിൻ്റെ സ്മെല്ലൊക്കെ. നമ്മുടെ വീട്ടിലുള്ള പല്ലികൾക്കും അതുപോലെ തന്നെ പാറ്റകൾക്കും എലികൾക്കും കൂടി ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാപ്കിൻ ബോൾ നമ്മുടെ ഈ സൊല്യൂഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നാപ്കിൻ ബോൾ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കിതുപോലെ. നല്ല സ്മെല്ലാണ് ഈ ഒരു നാപ്കിൻ ബോൾ. ഇത് അങ്ങനെ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് പല്ലികളൊന്നും വരില്ല. അപ്പം നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഇതുപോലെ നല്ലൊരു സൊല്യൂഷനാക്കി ഒരു സ്പ്രേ പോലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ നമ്മുടെ നാപ്കിൻ ബോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയൊന്നും യൂസ് ചെയ്യാത്ത ഇതുപോലുള്ള പാത്രം വേണം കേട്ടോ. ഇതുപോലുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടി തന്നെ വേണം നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നന്നായിട്ട് ആ ഒരു നാപ്കിൻ ബോളിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ടിപ്പാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പാറ്റകളൊക്കെ ശല്യമായിട്ടുള്ള വീടുകളിലും അതുപോലെ തന്നെ പല്ലി ശല്യമൊക്കെ ഉള്ള വീടുകളിൽ ഇതുപോലെ നമ്മൾ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കിയതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു നാപ്കിൻ ബോളിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ
ലെമണിൻ്റെയും സവോളയുടെ തൊലിയുടെയൊക്കെ സ്മെല്ലൊക്കെ ചേർന്നിട്ട് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് തന്നെ പല്ലികൾക്കും അതുപോലെ തന്നെ പാറ്റകൾക്കും ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാവുന്നതാണ്. 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഇതുപോലെ ഈ ഒരു സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്മെല്ല് പല്ലികൾക്കും പാറ്റകൾക്കും ഒന്നും ഇഷ്ടമില്ലാതെ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയോ അതുപോലെ തന്നെ പാറ്റകളോ ഒന്നും വരില്ല കേട്ടോ. 100% നമുക്ക് പല്ലികളെയും പാറ്റകളെയും തുരത്താൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. എന്ത് കളറായാലും കുഴപ്പമില്ല. ഞാനിതുപോലെ കോട്ടൺ തുണി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത തുണിയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു നാപ്കിൻ ബോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൊടിപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയ കിഴിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത്. ഇനി നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയപ്പും കൂടെ അതിൻ്റെ വെള്ളേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു കിഴി പോലെ കെട്ടിയതിന് ശേഷം പല്ലിശല്യമൊക്കെ ധാരാളമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലികളും വരില്ല. അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ ഉള്ള നമ്മുടെ തുണികളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയിലുകളിലായിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എവിടെയാണ് നമുക്ക് പല്ലിശല്യം ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിശല്യം അതുപോലെ തന്നെ പാറ്റശല്യം പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഒരു പ്രദേശത്ത് ഉണ്ടാവില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഈ ഒരു കിഴി നമ്മൾ രാത്രി കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടികളിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സേഫാക്കി വെക്കേണ്ട ഒരു സ്ഥലമാണ് പല്ലികളിൽ നിന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ 100% നമുക്ക് പല്ലികളെ ആ ഒരു പ്രദേശത്തേക്ക് പോലും വരാത്ത രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു നേരിയ അളവ് ഒരു പിഞ്ച് ഓഫ് നമ്മുടെ നാപ്കിൻ ബോൾ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്താൽ വല്ലാണ്ട് സ്മെല്ലാകും. അപ്പോൾ ഒരു നേരിയ അളവിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണിൽ ഒരു 2 പിഞ്ച് നമ്മൾ നാപ്കിൻ ബോൾ പൊടിച്ചത് ചേർത്താൽ മതിയാകും. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം കൂടെ ചേർക്കാണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഈ വിനീഗർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എലിശല്യം മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. എവിടെയാണോ നമുക്ക് എലിശല്യം ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അടിച്ച് ഒന്ന് എലി ആ ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല. അതുപോലെ തന്നെ ആ സ്മെല്ല് കേട്ടിട്ട് പിന്നീട് ആ അരിപ്പൊടി കണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും എലി ആ ഒരു സ്ഥലത്തേക്ക് പോലും വരാത്ത ഒരു അവസ്ഥയാകും കേട്ടോ. അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. എലിശല്യം മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഉരുളകൾ നിങ്ങൾ എലിശല്യം ധാരാളമായിട്ടുള്ള ഒരു ആ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് പോലും പിന്നീട് എലികളൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.